ശ്രീ സണ്ണി ജോസഫ്. സാറേ, പട്ടികവർഗ ഊരുകൾ അതിനെപ്പം ഉന്നതികളെന്നാക്കി ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു. പക്ഷേ ഉന്നതികളെന്ന നാമകരണം കൊണ്ട് മാത്രം പേര് വിളിച്ച് അവരെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചുകൊണ്ട് മാത്രമായില്ല. പല സ്ഥലത്തും അടിസ്ഥാന സൗകര്യങ്ങളില്ല, വീടുകൾ വളരെ ചോർന്നൊലിക്കുന്നതാണ്. അതേപോലെ തന്നെ കുടിവെള്ളമില്ല, റോഡുകളില്ല, വൈദ്യുതി കണക്ഷൻ പല സ്ഥലത്തും വിച്ഛേദിക്കുന്നു. പാർലം ആദിവാസി പുനരധിവാസ മേഖലയിൽ പോലും നമുക്കറിയാം വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. ആനമതിൽ നിർമ്മാണം തടസ്സപ്പെട്ടതാണ് ഒരു വലിയ പ്രശ്നം. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ആർലം ഉൾപ്പെടെയുള്ള ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉന്നതികളിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കുമോ, നടപ്പിലാക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇവിടെ ചോദിച്ചത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഉള്ളത്. പക്ഷേ ബഹുമാനപ്പെട്ട MLA ചോദിച്ചത് മറ്റിതര ചോദ്യം അടുത്തായിട്ട് വരുന്നുണ്ട് സാർ. ആ സമയത്ത് ഉത്തരം പറഞ്ഞോ, അറിയാവുന്ന പറഞ്ഞോ. ഇപ്പം നമ്മൾ വകുപ്പ് ഇപ്പോൾ ഉന്നതി എന്നുള്ള പേര് പുതിയതായിട്ട് നമ്മൾ നാമകരണം ചെയ്തതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിലെ ഏകദേശം പദ്ധതികൾ നമ്മളിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം ഗവൺമെൻറ്, നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്ലാൻ ബോർഡിൻ്റെ ഒക്കെ ഒരു ഡിസ്കഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരം ഉന്നതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ള കുടിവെള്ളം, അതുപോലെ റോഡ് ആക്സസ്, അതുപോലെ തന്നെ ഈ വൈദ്യുതി, മശാനം, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു പാക്കേജ് തന്നെ നമ്മൾ ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പദ്ധതി വെച്ച് വളരെ പ്രധാനപ്പെട്ട ഉന്നതികളിൽ അത്തരം പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും സാർ.